ഇന്നിനെ പണിച്ചു വന്ന നിറോട്ട ഇതെന്താന്നല്ലേ പറഞ്ഞുതരാം. പാർവതി ദേവിയുടെ ശിവഭക്തിയെ ആദരിക്കുന്നതിന് പെൺകുട്ടികളും സ്ത്രീകളും നോമ്പ് നോറ്റ് വ്രതമെടുത്ത് ഇന്നത്തെ ദിവസം മൊത്തം പ്രാർത്ഥനയിലായിരിക്കും. എന്നിട്ട് ഇന്ന് അവർ ചുവന്ന വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ട് പെൺകുട്ടികളും സ്ത്രീകളും എല്ലാവരും കൂടി പശുപതിനാഥ് ശിവക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും. അതാട്ടി കാണുന്ന കാഴ്ച. നേപ്പാളിലെ മുഴുവൻ സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോയി. അത്ര തിരക്കായിരുന്നു കേട്ടോ. ഇതെന്തിനാണെന്നല്ലേ, താങ്കളുടെ ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കല്യാണം കഴിക്കാത്തവരോ ഭാവി വരനും നല്ല വരനെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ നോമ്പ് നോറ്റ് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ പേരാണ് തേജ്. നേപ്പാളികളുടെ തേജ് എന്ന ഫെസ്റ്റിവലാട്ടോ ഈ കാണുന്നത്. എന്നോട് ഇന്ന് കുറേ പേര് പറഞ്ഞാണ്ട് അങ്ങോട്ട് പോകണ്ട, അടുക്കാൻ പറ്റൂല, വണ്ടി കിട്ടൂല എന്നൊക്കെ. ബട്ട് എനിക്കിത് കാണണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നിവിടെ എത്തിപ്പെട്ടത്. ഇന്ന് ഞാൻ 8 കിലോമീറ്ററോളം നടന്നിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് വണ്ടി കിട്ടി. എന്നിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിയത്. കാണുന്ന കാഴ്ചകളൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്, എനിക്കറിയാൻ പാടില്ല ഇതിനെപ്പറ്റിയൊന്നും. പക്ഷേ എനിക്ക് പറ്റിയതെല്ലാം ഞാൻ മാക്സിമം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടൊരു ക്ഷേത്രം ഉണ്ടാകും. കാഠ്മണ്ഡുവിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. നേപ്പാളിലെ ബാഗ്മതി നദീതീരത്തിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ എൻ്റെ പൊന്നെ എന്തോരാളായിരുന്നെന്നറിയോ, ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട്. ഈ നീണ്ട ക്യൂര് നിന്നിട്ടില്ലേ, ഇവർ തൊഴാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ നിന്നൊന്നുമില്ല. എനിക്ക് ഇതിനകത്ത് നോക്കിയിട്ട് ആണുങ്ങളൊന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ടായി. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. യുനെസ്കോ ലോക പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പല സമുച്ചയത്തിൻ്റെ ഭാഗമുണ്ട് ഈ അമ്പലം. അത് കണ്ടാലേ അറിയാം ഇതിൻ്റെ ഒരു നിർമ്മിതികളും. മനുഷ്യനൊന്നുമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് സ്വന്തം ഉറ്റവനും ഉടയവനും എല്ലാം കത്തി ദഹിക്കുന്നത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. പല ടൈപ്പ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പല ടൈപ്പ് പൂജകളും പല ടൈപ്പ് സന്യാസിമാരും പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും. ബട്ട് എനിക്കിതൊക്കെ അറിയാനും പാടില്ല. ഇതൊന്നും ചോദിച്ചറിയാനുള്ള ഭാഷയും എനിക്കറിയില്ല. അതുകൊണ്ടാട്ടോ കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ പറയാത്തത്. ഇന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാട്ടോ. എല്ലാവരും ഡാൻസ് കളിച്ച് പാട്ട് പാടി. എല്ലാ ചേച്ചിമാരാട്ടോ എല്ലാം ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നത്, പെൺകുട്ടികളും ചേച്ചിമാരും എല്ലാം. അങ്ങനെ ഈ ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം അവരുടെ ഈ പ്രത്യേക ദിവസം തന്നെ കാണാൻ പറ്റിയില്ല. അതിയായ സന്തോഷം പറഞ്ഞ് പശുപതിനാഥ് ടെമ്പിളിനോടും അവിടുത്തെ എല്ലാ ചേച്ചിമാരോടും ഭർത്താക്കന്മാർക്ക് ആരോഗ്യവും ആയുസ്സും എല്ലാം ലഭിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ യാത്ര തിരിച്ചിട്ടോ. അപ്പോൾ എൻ്റെ യാത്ര തുടരുകയാണ് നേപ്പാളിലെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും തേടി. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.